നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരനായിരുന്ന ജിം കോർബറ്റിൻ്റെ രചനകളുടെ ഒരു കോമ്പൈലേഷനാണ്. ദ വെരി ബെസ്റ്റ് ഓഫ് ജിം കോർബറ്റ്, ജസ്റ്റ് ടൈഗേഴ്സ്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് അലഫ് ക്ലാസിക്സ് ആണ്. ഇതിൻ്റെ വില 399 രൂപയാണ്. ജിം കോർബറ്റ് ആരാണെന്ന് അത്രയും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. അദ്ദേഹം ബ്രിട്ടീഷ് രാജഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിപ്രശസ്തനായ ഒരു നായാട്ടുകാരനായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹം തൻ്റെ നായാട്ട് കഥകളെ പറ്റി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ പുസ്തകങ്ങളായിട്ടുള്ള മാനിറ്റീസ് ഓഫ് കുമയോൺ, ദ മാനിറ്റിംഗ് ലെപ്പേർഡ് ഓഫ് രുദ്രപ്രയാഗ്, ടെമ്പിൾ ടൈഗേഴ്സ്, ട്രീ ടോപ്സ്, അങ്ങനെ തുടങ്ങി വളരെയധികം പ്രശസ്തമായ വളരെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പല കുമയോൺ മലനിരകളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഗ്രാമങ്ങളെയൊക്കെ ടെററൈസ് ചെയ്തിരുന്ന പല നരഭോജി കടുവകളെയും നരഭോജി പുള്ളിപ്പുലികളെയും ഒക്കെ അദ്ദേഹം കാട്ടിൽ പോയി ഹണ്ട് ചെയ്ത് കൊല്ലുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ജനസമ്മതി ആ കാലഘട്ടത്തിൽ നേടാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ പിന്നീട് അദ്ദേഹം ഈ നായാട്ടിൽ നിന്നൊക്കെ മാറി കൺസർവേഷനിസ്റ്റ് ആകുകയും അദ്ദേഹം ഇന്ത്യയിലെ കാടുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകതകളെ പറ്റിയും കടുവകളെ സംരക്ഷിക്കേണ്ട ആവശ്യകതകളെ പറ്റിയൊക്കെ വളരെയധികം വോക്കലായിട്ട് സംസാരിക്കുകയും ലേഖനങ്ങളൊക്കെ എഴുതുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ, ഞാൻ മുൻപ് പറഞ്ഞ മാനിറ്റീസ് ഓഫ് കുമയോൺ, ടെമ്പിൾ ടൈഗർ, അതുപോലെ തന്നെ മാനിറ്റിംഗ് ലെപ്പേർഡ് ഓഫ് രുദ്രപ്രയാഗ്, ഈ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പല നരഭോജി കടുവകളുടെ ഹണ്ടിങ് അനുഭവങ്ങളുടെ ഒരു ബെസ്റ്റ്, അതിൻ്റെ ഏറ്റവും മികച്ച രചനകളുടെ ഒരു കോമ്പൈലേഷനാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ പറയുന്നത് ചമ്പാവത് മാനീറ്റർ, ഒരുപക്ഷെ നരഭോജി കടുവകളിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതായത് 400-ൽ പരം മനുഷ്യരെ കൊന്നു തിന്നിട്ടുള്ള ഒരു കടുവയായിരുന്നു ചമ്പാവത് മാനീറ്റർ. അതിനെ അദ്ദേഹം കൊന്നു. അത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരെ ഉണ്ട്. പിന്നെ ചൗഗാർ ടൈഗേഴ്സ്, ബാച്ചലർ ഓഫ് പൗളഗാർ, മൊഹാൻ മാനീറ്റർ, കണ്ട മാനീറ്റർ, പീപ്പിൾ പാനി ടൈഗർ, തക് മാനീറ്റർ, ടെമ്പിൾ ടൈഗർ, അങ്ങനെ തുടങ്ങി അദ്ദേഹം ഹണ്ട് ചെയ്തിട്ടുള്ള വളരെ കുപ്രസിദ്ധമായിട്ടുള്ള വളരെയധികം നരഭോജി കടുവകളുടെ കഥകൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഉദ്വേഗജനകമായിട്ടുള്ള കഥകളാണ്. പ്രത്യേകിച്ച് ജിം കോർബറ്റിൻ്റെ യഥാർത്ഥ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിനുള്ള ഉദ്വേഗം കൂടുതൽ നമുക്ക് തോന്നുന്നത്. കാരണം യഥാർത്ഥത്തിലുള്ള നരഭോജി കടുവകളെ ഒരു തോക്കുമായിട്ട് കൊടും കാട്ടിനുള്ളിൽ കയറി അവയെ ഹണ്ട് ചെയ്ത് കൊല്ലുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. വളരെയധികം ധൈര്യം, മനസ്ഥൈര്യവും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളെ മനസ്സിലാക്കാനും ആ കാലഘട്ടങ്ങളിലെ വെറും നായാട്ട് കഥകൾ മാത്രമല്ല, ആ കാലഘട്ടങ്ങളിലെ എൻവയോൺമെൻറ്റിനെ പറ്റിയും അവിടെയുള്ള ജനങ്ങളെ പറ്റിയും ഒക്കെ ഉള്ളൊരു നല്ലൊരു ചിത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ മനോഹരമായ എഴുത്താണ്.